പത്തനംതിട്ട നഗരസഭാ ചെയർമാന്റെ ചേംബറിന് മുൻപിൽ UDF കൗൺസിലർമാരുടെ പ്രതിഷേധം. നഗരത്തിൽ കുടിവെള്ളം മുടങ്ങിയെന്നാരോപിച്ചാണ് പ്രതിഷേധം. ഒഴിഞ്ഞ കുടവുമായാണ് UDF കൗൺസിലർമാർ പ്രതിഷേധിക്കുന്നത്. വിവരങ്ങളുമായി ശ്രീകുമാർ ചെയ്യുന്നു. ശ്രീജിത്ത്, നഗരത്തിൽ മൊത്തത്തിൽ കുടിവെള്ളം മുടങ്ങി എന്നതാണോ? കളക്ടറേറ്റിലടക്കം ജനറൽ ആശുപത്രിയിലടക്കം കുടിവെള്ളം മുടങ്ങുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതിന്റെ ഉത്തരവാദിത്വം വാട്ടർ അതോറിറ്റിക്കാണെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നഗരസഭ ഒന്നും ചെയ്യുന്നില്ല എന്ന് ആക്ഷേപിച്ചാണ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ജാസിം കുട്ടി, മുൻ ചെയർമാൻ സുരേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഒഴിഞ്ഞ കുടവുമായി ഈ പറയുന്ന UDF കൗൺസിലേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് UDF പ്രവർത്തകർ പോയിരിക്കുന്നു. നഗരസഭാ ചെയർമാനെ അവർ ഉപരോധിക്കുകയാണ്. എന്നാലും നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈൻ പോലീസിനെ ഒന്നും വിളിച്ചിട്ടില്ല. അദ്ദേഹം ഏറെ നേരം UDF കൗൺസിലേഴ്സിനോട് തർക്കിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഇടത്താവളത്തിലടക്കം നഗരസഭയാണ് പണം കൊടുത്ത് വെള്ളം വിതരണം ചെയ്യുന്നത്, അതടക്കം ചെയ്യുന്നുണ്ട്, മറ്റു മേഖലകളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള നടപടിയും എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അടിയന്തരമായി കൗൺസിലേഴ്സിന്റെ യോഗം വിളിച്ചു കൂട്ടണമെന്ന് UDF ആവശ്യപ്പെടുന്നു. അത് വിളിക്കാമെന്നും പറഞ്ഞു. പക്ഷേ ഉപരോധം അവസാനിപ്പിക്കുന്നില്ല. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. നമുക്ക് നഗരസഭാ ചെയർമാന്റെ ഒരു പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ. ചെയർമാൻ ഈ വിഷയത്തിൽ UDF ആരോപിക്കുന്നു. ഇത് വാട്ടർ അതോറിറ്റിയുടെ മുകളിൽ നഗരസഭാ കൗൺസിലിനോ ചെയർമാനോ യാതൊരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളുമില്ല. ഇവിടെ വാട്ടർ അതോറിറ്റിയോട് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. കുറേ പ്രദേശങ്ങളിൽ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്. മുനിസിപ്പാലിറ്റിക്ക് സ്വന്തം നിലയിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന് പരിമിതികളുണ്ട്. അതിന് പ്രത്യേകമായ ഗവൺമെന്റിന്റെ ഉത്തരവ് 3 മാസങ്ങളിലേക്കാണ് ഇറക്കുന്നത്. അത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ്. അതോടൊപ്പം ഇടത്താവളത്തിലെ അയ്യപ്പ ഭക്തർക്ക് അവിടെ കുടിവെള്ളത്തിന് എല്ലാ ഏർപ്പാടുകളും മുനിസിപ്പാലിറ്റി നേരിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാ വാർഡുകളിലും ജനറൽ ആശുപത്രിയിലെ കുടിവെള്ളം മുടങ്ങിയെന്ന തരത്തിലുള്ള ആക്ഷേപം. ആശുപത്രിയിൽ കുടിവെള്ളം മുടങ്ങിയതായിട്ട് നമുക്കറിയില്ല. അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൈനാണ്. ആ ലൈനിലേക്ക് വാട്ടർ അതോറിറ്റി പ്രത്യേകമായിട്ടാണ് വെള്ളം എത്തിക്കുന്നത്. ഇതെല്ലാം വെറുതെ ഒരു രാഷ്ട്രീയ നാടകം എന്നുള്ളത്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കേണ്ടത് എന്നാണ്. അതോറിറ്റിയുടെ യോഗം എല്ലാം ഇടക്കാലത്ത് ഓരോ വിളിക്കുന്നുണ്ട്. അത് അഡ്വൈസറി കമ്മിറ്റി മാത്രമാണ്. പ്രതിഷേധത്തെക്കുറിച്ച് എന്താ പറയുക? പ്രതിഷേധം വരും രാഷ്ട്രീയ പ്രേരിതമായ പ്രതിഷേധമാണ്. നിങ്ങളുടെ ആവശ്യം ചെയർമാൻ പറയുന്ന യോഗം വിളിക്കാം, വേണമെങ്കിൽ യോഗം വിളിക്കാന്ന് പറയുന്നു. ചെയർമാൻ പറഞ്ഞ ശുദ്ധ തട്ടിപ്പാണ്. ചെയർമാൻ ഏത് മീറ്റിങ്ങിലും ഏത് പ്രതിഷേധം വന്നാൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും തട്ടിപ്പ് വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നഗരസഭയിലെ ഏകദേശം 22 വാർഡുകളിൽ വെള്ളം കിട്ടുന്നതേ ഇല്ല. ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? അദ്ദേഹം പറയുന്നത് യോഗം വിളിക്കാവുന്ന, യോഗം വിളിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാന്റെ ചേംബറിന് മുന്നിൽ UDF പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നു ചെയർമാൻ, തട്ടിപ്പാണ് എന്ന് പറയുന്നു പ്രതിപക്ഷം.